ശരി, ശ്രീ ദാമോദർ പ്രസാദ്, ഇത് ഇന്ന് സെക്രട്ടേറിയറ്റിന് ഇടയിൽ ഇറങ്ങി വന്ന് എം പി ഗോവിന്ദൻ നടത്തിയ വാർത്താസമ്മേളനം യഥാർത്ഥത്തിൽ പാർട്ടിയിലുണ്ടാകാവുന്ന ഒരു വലിയ അപകടത്തെ തടയാനുള്ള ഒരു ഡാമേജ് കൺട്രോൾ ആയിരുന്നു. അതായത് അപകടം ആദ്യം ഉണ്ടാകുന്നത് പാർട്ടിയിലാണ് എന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമാണോ അത് നിർഭയമായി സംസാരിക്കൂ എന്ന് അണികളോട് സംസ്ഥാന സെക്രട്ടറി പറയുന്നത്? തീർച്ചയായിട്ടും നമ്മളിന്ന് സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണുന്ന വിവരം, കണ്ണൂരിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരം, CPIM-ൻ്റെ പ്രവർത്തകർ അവരുടെ അഭിപ്രായം തുറന്ന് പ്രകടിപ്പിക്കാൻ നമ്മൾ പരസ്യമായിട്ട് തെരുവേദികളിൽ സോഷ്യൽ മീഡിയ പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നു. അതൊരു വലിയൊരു ഒരു പ്രത്യേക തരത്തിൽ ഒരു പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളെ പൊതുവെ ചർച്ച ചെയ്യുകയും അത് നേതാക്കളൊക്കെ ഇതിൽ വലിയ വിമർശനമായി വരികയും അത് സമൂഹത്തിൽ മുഴുവൻ വ്യാപരിക്കാൻ സാധ്യതയുള്ളൊരു ഭീതി തീർച്ചയായിട്ടും CPM-ന് പിടികൂടിയിട്ടുണ്ട്. കാരണം അതാണ് ഒരു അന്തരീക്ഷം. കാരണം അത്ര വലിയൊരു ആഘാതമാണ് CPM-യുടെ ട്രോമ എന്ന് പറയുന്ന വിധത്തിൽ CPM-ൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചോളം ട്രോമ ഒരു ആ നിലത്തിൽ ആഘാതപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനം ഒരു തിരഞ്ഞെടുപ്പ് വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിനിടയിൽ തന്നെ അദ്ദേഹം വന്ന് വിളിച്ച് ഇതായത്. പക്ഷേ മാധ്യമപ്രവർത്തകരോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി വരാതെ ഒളിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്നത്. കാര്യം കുറച്ചും കൂടി വിശദാംശങ്ങൾ പറയേണ്ടതുണ്ട്. കാരണം അതിൻ്റെ അകത്ത് മറ്റു കാര്യങ്ങൾ ചോദിക്കാൻ കാര്യം ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പത്രസമ്മേളനമാണ് അദ്ദേഹം വിളിക്കുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിശദാംശങ്ങളിലേക്ക് മുഖ്യമന്ത്രിയാണെങ്കിൽ പത്രസമ്മേളനം വിളിക്കാൻ 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രിയാണെങ്കിൽ പത്രസമ്മേളനം വിളിക്കാൻ ഇപ്പോഴും വിമുഖത കാണിച്ചിരിക്കുക. കാര്യം ഇതൊക്കെ ജനാധിപത്യത്തിൽ തോൽവിയൊക്കെ ഉണ്ടാവും. അത് ചില വലിയ ആഘാതങ്ങളുണ്ടാവും. അതൊക്കെ അഡ്രസ്സ് ചെയ്യുകയും നേരിട്ട് പറയുകയും ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യം. അതൊക്കെ എന്തിനത്ര മടിച്ച് പേടിച്ചിരിക്കുന്നത് മാത്രമല്ല എന്തെങ്കിലും ഇതിലിപ്പോൾ അത്ര ഇതുള്ള അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നേരത്തെ അജിംസ് ചോദിച്ചു നിർഭയത്വം എന്ന വാക്കെടുത്ത് പറഞ്ഞപ്പോഴാണ് അപ്പോൾ നമുക്ക് തോന്നുന്ന കാര്യം അത് പ്രത്യേകം പറയുമ്പോൾ ഇത്രയും കാലം ഭയപ്പാട് എൻ്റെ അകത്ത് ഉണ്ടെന്നൊരു ധ്വനി എൻ്റെ അകത്തുണ്ട്. നിർഭയത്തോട് സംസാരിക്കാനും തുറന്ന് സ്വതന്ത്രമായി എല്ലാവർക്കും അഭിപ്രായം പറയുന്ന സമയത്ത് എവിടെയോ ആ ഭയപ്പാടിൻ്റെ കാരണം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ കുപ്രസിദ്ധമായിട്ടുള്ള ഓരോ വീക്ഷണത്തിൽ 20-ാം പാർട്ടി കോൺഗ്രസ്സിൽ ഈ സ്റ്റാലിനെതിരെ ക്രുഷ്ചേവ് റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ ആരോ ഇപ്പോൾ ഈ സെൻട്രൽ കമ്മിറ്റി അംഗം ആരോ പറഞ്ഞു ഇത് എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ലേ ചോദിച്ചു. അപ്പോൾ ക്രുഷ്ചേവ് അത് ശബ്ദം മാത്രമാണ് ആരാത് പറഞ്ഞു ചോദിച്ചു. കമ്പിളി നിശബ്ദത. അപ്പോൾ ക്രുഷ്ചേവ് പറഞ്ഞു ഇപ്പോൾ ആർക്കും പറയാൻ ധൈര്യമില്ലല്ലോ. അത് തന്നെയാണ് സ്റ്റാലിൻ്റെ കാലത്ത് ഞാൻ ചോദിച്ചപ്പോൾ പേടിച്ചു പോയി. അപ്പോൾ ഇതേപോലെ തന്നെ സ്റ്റാലിൻ അവിടെ ഉണ്ടോളം കാലം ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഈ പാർട്ടിക്കകത്ത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കാരണം അതായിരുന്നു ഇതിൻ്റെ പ്രശ്നം. നമുക്കറിയാലോ തെരഞ്ഞെടുപ്പ് മുമ്പ് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ഞാൻ ആലോചിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഒരു സീനിലെ ഒരു ഏതോ ഒരു വ്യക്തി മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു പൊതുസമ്മേളനത്തിൽ ഒരു മുഖ്യമന്ത്രി അങ്ങനെയാണ് പറയുന്നതെങ്കിൽ പാർട്ടി സെക്രട്ടേറിയറ്റിൽ എന്തായിരിക്കും പറയേണ്ടാവുക? അവിടെ ആരും കാണുന്ന പോലുമില്ല. പാർട്ടി സെക്രട്ടറി നമ്മൾ കാണുന്ന പോലുമില്ല. മാത്രമല്ല നമുക്കറിയാവുന്ന ഒരു സമീപന രീതി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലുണ്ടായ കാര്യം. അദ്ദേഹത്തിന് അസാന്നിധ്യത്തിലും ആ ഒരു ഭീതി നിലനിൽക്കും. കാര്യം ഏതൊക്കെ തരം നടപടികളാണ് വരിക എന്നുള്ളൊരു ഭയം അതിൻ്റെ അകത്തുണ്ട്. നമുക്കറിയാവുന്ന കാര്യം ഇപ്പോൾ കുറച്ച് നേരത്തെ നമ്മുടെ തളിപ്പറമ്പിലെ MLA TK ഗോവിന്ദൻ ഇപ്പോൾ നിങ്ങളതിൻ്റെ വീഡിയോ കാണിച്ചു. അന്ന് പത്രസമ്മേളനത്തിൽ അതായത് തൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനായുള്ള പത്രസമ്മേളനം അത് വിശദമായിട്ട് പറഞ്ഞു. കാര്യം തളിപ്പറമ്പിലെ PK ശ്യാമളുടെ സ്ഥാനാർത്ഥിത്വം ബന്ധപ്പെട്ട് വിശദമായ ചർച്ച അന്ന് CPM-ൻ്റെ എല്ലാ ഘടകങ്ങളിലും നടന്നു. അതിന് സാന്നിധ്യമായിരുന്നു ഗോവിന്ദ മാഷ് T ഗോവിന്ദൻ എന്ന് പറഞ്ഞ കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ഗോവിന്ദ മാഷ് ചർച്ചയെ പ്രോത്സാഹിപ്പിച്ചു എന്നും പറയും ചെയ്തു. അദ്ദേഹം അത് പറഞ്ഞ ചർച്ച അവസരം എന്തുണ്ടായി തീരുമാനം അടിച്ചേൽപ്പിച്ചു. കാര്യം ഈ ഘടകങ്ങളിൽ എല്ലാവരുടെ അഭിപ്രായം വളരെ കൃത്യമായിരുന്നു എന്നാണ് TK ഗോവിന്ദൻ നമ്മൾ പറയുന്നത്. കാര്യം അവിടെ മത്സരിക്കാൻ സുകന്യ അങ്ങനെ മറ്റു നേതാക്കളുണ്ട്. ഞാൻ പേരും വിവരങ്ങളിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും മത്സരിക്കാൻ വേറെ ആൾക്കാരൊന്നും ഇങ്ങനെ കൊടുക്കരുത്, ഇത് സ്വജനപക്ഷപാതത്തിൻ്റെ സ്വഭാവമാണ്. പക്ഷേ അടിച്ചേൽപ്പിച്ചു. അപ്പോൾ ഈ അഭിപ്രായമൊക്കെ പറയുന്നൊരു ഭീതിയുണ്ട്. കാര്യം ചർച്ചയിലൂടെ ഒരു കണ്ടെയ്ൻമെൻറ്റ് സ്ട്രാറ്റജി പറയില്ലേ, ഒന്ന് നിയന്ത്രിച്ച് നിർത്തുക. കാരണം അത്രമാത്രം ഇതിൻ്റെ അകത്ത് പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ CPM വിമർശനം ചോദിച്ചിട്ടുണ്ട്. ആ പ്രശ്നത്തിന് ആധാരമായ കാര്യം ഈ ജനവിധി തന്നെയാണ്. ഈ ജനഹിതം നിങ്ങൾ ഏതൊക്കെ നിലയിൽ നോക്കിയാലും എന്തൊക്കെ വെള്ളപൂശിയാലും അത് 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രിക്കെതിരെ ജനവിധിയാണ്. അതിൽ യാതൊരു സംശയം വേണ്ട. ഭരണത്തിൻ്റെ ഇവിടെ വികസനത്തെക്കുറിച്ച് ക്ഷേമത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ആയിരിക്കണം. ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ഇത് ചെയ്യുക എന്നുള്ളത്. അതെന്തൊരു ഔദാര്യമായിട്ട് CPM വിചാരിച്ചിരിക്കണേ. CPM-ൻ്റെ പ്രവർത്തകരും CPM നേതാക്കളും എന്തോ ജനങ്ങൾക്ക് ഈ കഴിഞ്ഞു പോയ 2 സർക്കാരുകൾ അങ്ങനെ മോശം ഗവേണൻസ് ഉള്ള സർക്കാരുകളാണെന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടാവും? എനിക്ക് തോന്നുന്നു പ്രതിപക്ഷത്തിനും വലിയ അഭിപ്രായം ഉണ്ടാവില്ല. ഗവർണൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വികസനവും ക്ഷേമവും മാത്രമല്ല, ഗവർണൻസിൽ പോലീസിംഗ് ഉണ്ട്, ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനമുണ്ട്. ഗവർണൻസ് ഒരു ടോട്ടാലിറ്റിയാണ്, പലതും ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ഗവർണൻസിൻ്റെ അകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ വികസനവും ക്ഷേമം ഉയർത്തിയത് മാത്രമല്ല ഗവർണൻസിന് പല ഘടകങ്ങളുണ്ട്. പലതരത്തിലുള്ള ആരോഗ്യവകുപ്പിലെ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തല്ലേ.
അതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് ആശാ വർക്കർമാരുടെ സമരത്തോടുള്ള ഏറ്റവും ഇൻഡിഫറൻ്റ് ആയിട്ട് നിസ്സംഗമായ തൊഴിലാളി വർഗ്ഗ സർക്കാരിനെ അവകാശപ്പെടുന്നത്. ഇന്നും ഗോവിന്ദമാഷ സമ്മേളന തൊഴിലാളികളുടെ പേരൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. അത് ആശാ വർക്കർ സമരത്തോട് സമീപനം എടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ആദ്യം അധിക്ഷേപിച്ചു, കുറേ ഘട്ടത്തിൽ അധിക്ഷേപിച്ചു, ഇതൊക്കെ നമ്മൾ കണ്ടില്ല. അപ്പോൾ ഗവർണൻസ് പറഞ്ഞ ടോട്ടാലിറ്റിയാണ്, അതിൻ്റെ സമഗ്രതയിൽ കാണുന്നത്. അതുകൊണ്ട് അത് പെർഫെക്റ്റ് ഗവർണൻസ് പറയില്ല. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് വികസനം നടത്തുക എന്നുള്ളത്.